നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടേഷണൽ ടെക്നിക്കാണ്. ഇവിടെയും നമ്മൾ പ്രോബ്ലത്തിന് ഒരു മെയിൻ പ്രോബ്ലത്തിന് ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മാളറായിട്ടുള്ള സബ് പ്രോബ്ലമാക്കി മാറ്റുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ സബ് പ്രോബ്ലത്തിൻ്റെ സോൾവ് ചെയ്ത് ഒരു പ്രാവശ്യമേ സോൾവ് ചെയ്യത്തുള്ളൂ, എന്നിട്ട് അത് റിസൾട്ട് സ്റ്റോർ ചെയ്യും. സോ അങ്ങനെയുള്ള മെത്തേഡാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ്. ഡിവൈഡ് ആൻഡ് കോൺകറിൽ അങ്ങനെയല്ല, പ്രോബ്ലത്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മാളർ പ്രോബ്ലം ആക്കി മാറ്റിയിട്ട് ഈ സ്മാളർ സബ് പ്രോബ്ലത്തിന് സെയിം സബ് പ്രോബ്ലം തന്നെ മൾട്ടിപ്പിൾ ടൈംസ് പലപ്പോഴും സോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡൈനാമിക് പ്രോഗ്രാമിങ്ങിന് അങ്ങനെയല്ല. ഈ സ്മാളർ സബ് പ്രോബ്ലം ഒരു പ്രാവശ്യം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സൊല്യൂഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. സാധാരണയായിട്ട് ഈ ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്ലൈ ചെയ്യുന്നത് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലത്തിലാണ്. ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലത്തിൽ പലപ്പോഴും പ്രോബ്ലത്തിന് നമുക്ക് സിംപ്ലർ സബ് പ്രോബ്ലം ആക്കി മാറ്റാനും പറ്റും. ദറ്റ് ക്യാൻ ബി സോൾവ്ഡ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് കമ്പൈൻഡ് ടു ഫോം എ സൊല്യൂഷൻ ടു ദ ഒറിജിനൽ പ്രോബ്ലം. രണ്ട് കീ പ്രോപ്പർട്ടീസ് ഉള്ളത് ഓപ്റ്റിമൽ സബ്സ്ട്രക്ചർ ആൻഡ് ഓവർലാപ്പിംഗ് സബ് പ്രോബ്ലം. എന്താണ് ഓപ്റ്റിമൽ സബ്സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ സ്മോളർ പ്രോബ്ലത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എത്താൻ പറ്റുമെങ്കിൽ അതിനെ നമ്മൾ ഇൻക്രിമെൻ്റ് ആയിട്ട് കമ്പോണൻസ് ആഡ് ചെയ്ത് ഒറിജിനൽ പ്രോബ്ലം ഒരു ഒപ്റ്റിമലിലോട്ട് മാറ്റാൻ പറ്റും. അതാണ് ഒപ്റ്റിമൽ സബ്സ്ട്രക്ചർ എന്ന് വെച്ചാൽ, ഇഫ് യു ഹാവ് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഫോർ ദി സ്മാളർ കമ്പോണൻസ് ഓഫ് ദി പ്രോബ്ലം, യു ക്യാൻ കമ്പൈൻ ദം ടു ഫൈൻഡ് ദ ബെസ്റ്റ് സൊല്യൂഷൻ ഫോർ ദ എൻറ്റയർ പ്രോബ്ലം. അപ്പം നമുക്ക് ആ സ്മോളർ കമ്പോണൻസിൻ്റെ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ എത്താൻ പറ്റുവാണെങ്കിൽ അവ കമ്പൈൻ ചെയ്തിട്ട് വേണമല്ലോ നമുക്ക് എൻറ്റയർ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ. അപ്പം നമുക്കതൊരു ബെസ്റ്റ് സൊല്യൂഷൻ കിട്ടുമെന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഒപ്റ്റിമൽ സബ്സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പറയാം, ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് സൊല്യൂഷൻസ് ഇൻക്രിമെൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ബൈ യൂസിങ് പ്രീവിയസ്ലി കമ്പ്യൂട്ടഡ് റിസൾട്ട്സ് ടു അച്ചീവ് എ മോസ്റ്റ് എഫിഷ്യൻറ്റ് ഔട്ട്കം. അപ്പം ഇനി ഓവർലാപ്പിംഗ് സബ് പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ സാധാരണയായിട്ട് ഈ ഡൈനാമിക് പ്രോഗ്രാമിംഗ് വെച്ച് സോൾവ് ചെയ്യുന്ന പ്രോബ്ലത്തിൻ്റെ സബ് പ്രോബ്ലങ്ങൾ സെയിം സബ് പ്രോബ്ലം തന്നെ മൾട്ടിപ്പിൾ ടൈംസ് സോൾവ് ചെയ്യേണ്ടി വരും. അപ്പം ഈ ഡൈനാമിക് പ്രോഗ്രാമിംഗ് അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ സബ് പ്രോബ്ലങ്ങളുടെ സൊല്യൂഷൻ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അതേ സെയിം പ്രോബ്ലം തന്നെ വരുമ്പോൾ നമ്മളുടെ കയ്യിൽ റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മളുടെ കയ്യിൽ ക്യാഷ്ഡ് റിസൾട്ട് ഉണ്ടാവും. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഈ സെയിം പ്രൊസീജിയർ അല്ലെ സെയിം സൊല്യൂഷൻ കണ്ടെത്തുന്ന സ്റ്റെപ്പ് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് നല്ലൊരു പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. അതാണ് ഓവർലാപ്പിംഗ് സബ് പ്രോബ്ലം. ഓവർലാപ്പിംഗ് സബ് പ്രോബ്ലം എന്ന് വെച്ചാൽ, ചില സബ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻസ് അതേ സെയിം, ഉദാഹരണമായിട്ട് ഞാൻ ഫിബിനോക്കിയോ 5 കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഫിബിനോക്കിയോ 4 കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഫിബിനോക്കിയോ 5 കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ റിക്കേഴ്സീവായിട്ട് നമ്മൾ ഫിബിനോക്കിയോ 5 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഫിബിനോക്കിയോ 4 വേണം, ഫിബിനോക്കിയോ 3 വേണം, അങ്ങനെയല്ലേ പോകുന്നത്. അതേപോലെ ഫിബിനോക്കിയോ 4 കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഫിബിനോക്കിയോ 3 വേണം, ഫിബിനോക്കിയോ 2 വേണം. അപ്പം നമ്മൾ ഈ രണ്ട് പ്രോബ്ലം നോക്കി, ഫിബിനോക്കിയോ 5 കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ ഫിബിനോക്കിയോ 3 വേണം, ഫിബിനോക്കിയോ 4 കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ ഫിബിനോക്കിയോ 3 വേണം. അപ്പോൾ ഒരു പ്രാവശ്യം ഫിബിനോക്കിയോ 3 കമ്പ്യൂട്ട് ചെയ്ത് നമ്മൾ റിസൾട്ട് സ്റ്റോർ ചെയ്താൽ പിന്നീട് നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മളുടെ ടേബിളിൽ ഈ റിസൾട്ട് ഉണ്ടാവും. മനസ്സിലായോ? സോ നമുക്ക് മനസ്സിലായി, ചില സബ് പ്രോബ്ലങ്ങൾ ഓവർലാപ്പിംഗ് ആണ്. അപ്പോൾ F5 കമ്പ്യൂട്ട് ചെയ്യുന്ന രണ്ടിടത്തും ഉണ്ട്, F3 കമ്പ്യൂട്ട് ചെയ്യുന്ന രണ്ടിടത്തും ഉണ്ട്. ഓക്കെ, അപ്പം അതാണ് എന്തെന്ന് പറയുന്നത്, ഓവർലാപ്പിംഗ് സബ് പ്രോബ്ലം എന്ന് പറയുന്നത്. താങ്ക് യു. അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിബിനോക്കി സീരീസിൻ്റെ റിക്കേഴ്സീവ് സൊല്യൂഷനാണ്. ഓക്കെ, അപ്പോൾ ഫിബിനോക്കി സീരീസിൻ്റെ റിക്കേഴ്സീവ് സൊല്യൂഷൻ നിങ്ങൾ ഡൈനാമിക് പ്രോഗ്രാമിന് എക്സാമ്പിളായിട്ട് എഴുതുക.